ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അവൻ്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിങ്ങളായി നല്ല മനുഷ്യരായി അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നിന്ന്, ഈ ഭൗതിക ലോകത്ത് നിന്ന്, ഈ ഭൗതിക ലോകം എന്ന് പറയുമ്പോൾ ഇതിനൊരു നാശമുണ്ട്, ഇത് നശിക്കുന്ന ലോകമാണ്. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നിന്ന് പരലോകത്തേക്കുള്ള ഒരു മാറ്റമാണ്, ഒരു നീക്കമാണ്. പരലോകം എന്ന് പറഞ്ഞാൽ അത് എന്നും അവശേഷിക്കും, എന്നും ബാക്കിയാകും. അത് അനശ്വരമാണ്, അത് നശിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ലോകമാണ് പരലോകം. ഈ രണ്ട് ലോകങ്ങൾക്കുമിടയിൽ ഉള്ള ഒരു ജീവിതമുണ്ട്, അതിനാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുക. ആലമുൽ ബർസഖ്, ബർസഖിയായ ജീവിതം എന്ന് പറയും. എല്ലാ മനുഷ്യരും മരണശേഷം ആ ഒരു ലോകത്തേക്കാണ് എത്തിപ്പെടുന്നത്, ബർസഖിലേക്കാണ് എത്തിപ്പെടുന്നത്. ബർസഖ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഒരു മറ എന്നാണ് ശരിക്കതിന് പറയാൻ വേണ്ടി പറ്റിയ. വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ട്, വജഅല ബൈനഹുമാ ബർസഖ. അവ രണ്ടിനിടയിലും അല്ലാഹു തആല ഒരു മറ നിശ്ചയിച്ചു. അവ രണ്ടിനും ഇടയിലും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സമുദ്രത്തിലെ, കടലിൽ ഉപ്പുവെള്ളമുണ്ട്, അതുപോലെ തന്നെ ശുദ്ധജലമുണ്ട്. ഇതിങ്ങനെ പരന്നൊഴുകാൻ. പക്ഷേ ഒരു ഭാഗത്ത് നോക്കിയാൽ അവിടെ ഉപ്പുജലം, തൊട്ട് അപ്പുറത്ത് നോക്കിയാൽ അവിടെ ശുദ്ധമായ ജലം. വജഅല ബൈനഹുമാ ബർസഖ. ആ രണ്ടിനുമിടയിൽ അല്ലാഹു ഒരു മറ നിശ്ചയിച്ചിരിക്കുന്നു എന്നതുപോലെ വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. അപ്പം അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഐഹിക ലോകത്തിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടയിലുള്ള ഒരു മറയാണ്, ഒരു പ്രത്യേക കാലഘട്ടമാണ് ബർസഖ് എന്ന് പറയുന്നത്. ഈ ബർസഖ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വിശ്വാസിക്കും അവിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒക്കെ ബർസഖ് എന്ന് പറയുന്ന ലോകമുണ്ടാവും. കാഫിറാകട്ടെ മുഅ്മിനാകട്ടെ മറ്റുള്ള
ആളുകളാകട്ടെ എല്ലാവർക്കും അതുണ്ടാകും എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ബർസഖ് എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവൻ്റെ ഖബർ, അവൻ്റെ മരണശേഷമുള്ള ജീവിതം ഖബറിൽ ആണ് എങ്കിൽ ആ ഖബറിൽ സൗഭാഗ്യമുണ്ടാകും, അവിടെ സ്വർഗീയ പരിമളങ്ങളുണ്ടാകും, സ്വർഗത്തിൻ്റെ സുഗന്ധമുണ്ടാകും, അവന് സ്വർഗത്തിലെ അവൻ്റെ ഇരിപ്പിടം, അവന് സ്വർഗത്തിൽ വസിക്കുന്ന സ്ഥാനം കാണിക്കപ്പെടും. ഇനി ഒരു അവിശ്വാസിയാണെങ്കിൽ അവിശ്വാസിക്കും ഈ ഖബറിൽ ഭയങ്കര ദുരിതമായിരിക്കും, ഖബർ ഏറെ ഇടുങ്ങിയതായിരിക്കും, ഖബർ നരകത്തിൻ്റെ ചൂടും പുകയുമൊക്കെ അനുഭവിക്കുന്നതായിരിക്കും. അവൻ്റെ നരകത്തിലെ ഇരിപ്പിടം അതങ്ങനെ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും, രാവിലെയും വൈകുന്നേരവും കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഖബറിൻ്റെ ഇരു വിത്തുകൾ കൊണ്ട് അവൻ്റെ ശരീരത്തിൽ അതിശക്തമായി ഇടിക്കപ്പെടും, ഖബറിൽ ശിക്ഷയുണ്ടാകും, മലക്കുകൾ അവനെ പ്രഹരിക്കും, മർദ്ദിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെയാണ് ബർസഖുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്നത്. മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുള്ള പറയുകയുണ്ടായി, അദാബുൽ ഖബരി വ നഈമിഹി ഇസ്മുൻ ലി അദാബിൽ ബർസഖ് വ നഈമിഹി. ഈ ഖബറിലെ ശിക്ഷ, ഖബറിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? ബർസഖിയായ സൗഭാഗ്യവും ബർസഖിയായ ശിക്ഷയും എന്നാണ്. അതായത് ഒരാളിപ്പോൾ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടില്ല, അയാൾ സമുദ്രത്തിലെറിയപ്പെട്ടതാ, അല്ലെങ്കിൽ പുഴയിലായിരിക്കാം, അല്ലെങ്കിൽ മരുഭൂമിയിലായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. നിങ്ങൾ കേട്ടോ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ മഴ പെയ്തല്ലോ, ശക്തമായ മഴ പെയ്ത അന്ന് ഇവിടെ ഈ അബ്ദുൽ വഹാബ് പള്ളി എന്ന് പറഞ്ഞ ഈ സനായിൻ്റെ ബേക്കിലുള്ള വലിയ പള്ളി ഉണ്ടല്ലോ, അതിനു തൊട്ടടുത്ത് താമസിക്കുന്നൊരു ഫാമിലി, 5 അംഗ കുടുംബം, അവർ മരുഭൂമിയിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി പോയതാണ് ഉച്ച സമയത്ത്. അങ്ങനെ വൈകുന്നേരം മടങ്ങാനിരിക്കുമ്പോഴാണ് പൊടിക്കാറ്റ് വന്നു, ശക്തമായ മഴ വന്നു. നമുക്കറിയാം, മഴ പെട്ടെന്ന് തന്നെ റോട്ടിലൂടെയൊക്കെ പുഴ പോലെ വലിയ വെള്ളപ്പാച്ചിലായിരുന്നു. അങ്ങനെ അവർ മടങ്ങാൻ നോക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നില്ല, മണ്ണ് ഒക്കെ തടസ്സമായി. മരുഭൂമിയിൽ മഴ ഇങ്ങനെ ചാറി, ശക്തമായ പൊടിക്കാറ്റും, നേരം ഇരുട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ വണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മണ്ണ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. വണ്ടി ചെരിഞ്ഞു എന്ന് മാത്രമല്ല, വണ്ടിക്കകത്തുള്ള ഭാര്യയും കുട്ടികളും. അപ്പോഴേക്കും വെള്ളം, മരുഭൂമിയിൽ ശക്തമായി വെള്ളം വന്നു എന്നാണ് പറയുന്നത്. വെള്ളം വന്നതിൽ 2 കുട്ടികളും ഉമ്മയും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഈ പിതാവ് അങ്ങേയറ്റം അത്യാസന്ന നിലയിലായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ എവിടെയും മരണപ്പെടാം, മരുഭൂമിയിൽ മരണപ്പെടാം. അങ്ങനെ ആ മൃതദേഹം ആരും കാണാതെ, ആരും ഖബറടക്കം ചെയ്യപ്പെടാതെ അങ്ങനെയൊക്കെ പോയേക്കാം. അതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പോൾ ഏതായിരുന്നാലും ഇദ്ദേഹം പറയുന്നത്, ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുള്ള പറയുന്നത്, അദാബുൽ ബർസഖി വ നഈമിഹി, ബർസഖിൻ്റെ അദാബും ബർസഖിൻ്റെ സൗഭാഗ്യവും അനുഗ്രഹവും എന്നിങ്ങനെ പറയാവുന്നതാണ്. വഹുവ മാ ബൈന ദുനിയ വൽ ആഖിറ, അത് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടയിലുള്ള ആ കാലഘട്ടമാണ്. ഖാല തആല വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അവർക്ക് അതിന് ശേഷം എന്താണ്? ഖിയാമത്ത് നാളോളം. ഇലാ യൗമി യുബഅസൂൻ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാന നാൾ വരെ ആളുകളെല്ലാം നശിപ്പിക്കപ്പെട്ട്, പർവ്വതങ്ങളും സമുദ്രമൊക്കെ ഈ ഭൂലോകം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ട് അവസാനം മഹ്ശറിലേക്ക് വരുമല്ലോ, മഹ്ശറിലേക്ക് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരും. അതിനാണ് യൗമ യുബഅസൂൻ എന്ന് പറയുക. ആ ഇലാ യൗമി യുബഅസൂൻ, അതുവരെ ഒരു ബർസഖ് ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ബർസഖ് എന്ന് പറയുമ്പോൾ അതിന് ഖിയാമത്ത് നാൾ മാത്രം ഖിയാമത്ത് നാൾ സംഭവിക്കണമെന്നില്ല. അതല്ല എങ്കിൽ ഖിയാമത്തിന് ശേഷമുള്ള കാലഘട്ടം ബർസഖ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ഓരോ ആളുകൾക്കും എന്തുണ്ട്? ഒരു ഖിയാമുണ്ട്. ലോകാവസാനം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും ഒരു മനുഷ്യൻ്റെ അവസാനമുണ്ട്. അതിന് അൽ ഖിയാമത്ത് സുഗ്റ എന്ന് പറയുന്ന ലോകത്തിൻ്റെ നാശം, അതാണല്ലോ ഖിയാമത്ത് നാളെന്ന് പറയുന്നത്. യൗമുൽ ഖിയാമ എന്നോ അല്ലെങ്കിൽ സാഅ എന്നൊക്കെ ഖുർആനിലോ ഹദീസിലോ കാണാം.
ഇവിടെ എന്താ പറയുന്നത്? ഓരോ വ്യക്തിക്കും ഓരോ ആളുകൾക്കും എന്തുണ്ട്? ഒരവസാനമുണ്ട്, അതിന് ഒരു ഖിയാമത്തുണ്ട്. അതിനെന്താ പറയാൽ? ഖിയാമത്ത് സുഗ്റ, ചെറിയ ഖിയാമത്ത് എന്ന് പറയുന്ന. എന്നിട്ട് പറയാണെന്ത്? ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളൊരു ഹദീസ്. അതെന്താ അറിയോ? അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന റജുലുൻ മിനൽ അഅറാബി യഅ്തൂന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്അലൂനഹു അനിസ്സാഅ. അറാബികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അറബികൾ, ടൗണിനോടൊന്നും ബന്ധമില്ലാതെ പുതിയ പുതിയ സംഗതികളൊന്നും അറിയാതെ ഗ്രാമങ്ങളിൽ, മലമുകളിൽ, ഗ്രാമങ്ങളിൽ, താഴ്വാരങ്ങളിലൊക്കെ ജീവിക്കുന്ന കാട്ടറബികൾ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അറബികൾ അവർ നബിൻ്റെ അടുത്ത് വരും. എന്നിട്ട് ഫയസ് അലൂനഹു അനിസ്സാഅ, അന്ത്യദിനത്തെ സംബന്ധിച്ച് ചോദിക്കും, ലോകാവസാനത്തെക്കുറിച്ച് ചോദിക്കും. ആരോടാ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഫകാന യൻദുറു ഇലാ അസ്ഗരിഹിം, അപ്പോൾ നബി എന്ത് ചെയ്യുന്നറിയോ? കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ആളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് നോക്കും. ഈ ഗ്രാമീണ അറബികൾ വന്നിട്ട് നബിയോട് ചോദിക്കുമ്പോൾ പ്രായം കുറഞ്ഞ ആളിലേക്ക് നബി നോക്കും. എന്നിട്ട് പറയും ഫയഖൂൽ ഇനി യഅ്ഷാദ, ഇതാ ഈ കുട്ടി അവന് ജീവിക്കുകയാണ് എങ്കിൽ ലാ യുദ്രികുഹുൽ ഹറമു ഹത്താ തഖൂമ അലൈക്കും സാഅതുക്കും, അവന് വാർദ്ധക്യം പ്രാപിക്കുകയില്ല ഏതുവരെ? നിങ്ങളുടെ ഖിയാമത്ത് സംഭവിക്കാതെ എന്ന് പറഞ്ഞാൽ ആ കുട്ടി വലുതാകുമ്പോഴേക്ക് നിങ്ങളുടെ ഖിയാമത്ത് സംഭവിക്കുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ അയാളുടെ ഖിയാമത്ത്, അയാളുടെ മരണം സംഭവിക്കുന്ന നബി പറയുന്നത് വെച്ചാൽ അതിൽ ഈ ഹദീസിലുള്ള ഒരു അർത്ഥം, അതിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും ഒരു ഖിയാമത്തുണ്ട് എന്നുള്ള, പ്രിയമുള്ളവരെ, ഓരോ ആളുകൾക്കും. പക്ഷേ ഇത് എപ്പോഴാണെന്ന് അറിയില്ല. ഈ ഓരോ ആളുകളുടെയും മരണം അതെപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ ആരുടെ അടുത്താണ്? അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അത് മറഞ്ഞ കാര്യമാണ്, അദൃശ്യമാണ്, ആർക്കും പറയാൻ കഴിയില്ല. എൻ്റെ മരണം ഇന്ന വർഷം, ഇന്ന സമയം, ഇന്ന മാസം എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും പറയാൻ വേണ്ടി പറ്റുകയില്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അത്തരം മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയൂ. ലോകത്തൊരു കുട്ടിക്കും നബിക്ക് പോലും തൻ്റെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല, ഖിയാമത്ത് നാളെ എപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. അതിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ആ കറക്റ്റ് ദിവസമോ സമയമോ ഒന്നും പറയാൻ കഴിയൂല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് ലോകാവസാനത്തിൻ്റെ എല്ലാ അറിവുകളും. വയുനസ്സിലുൽ ഗൈസ്, എപ്പോഴാണ് മഴ വർഷിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ മഴ എന്ന് പറയുമ്പോൾ പിന്നെ അതൊക്കെ വേറെ വിശദീകരിക്കണം. ഇവിടെ ഗൈസ് എന്നാണ് പ്രയോഗിച്ചത്. സാധാരണ മത്തർ എന്ന് പറയാറുണ്ട്. ഖുർആനിൽ മത്തർ എന്നുള്ളത് ശിക്ഷയെ സംബന്ധിച്ചുള്ള പിന്നെ പ്രയോഗമാണെന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത്. അനുഗ്രഹവർഷം, അനുഗ്രഹത്തിൻ്റെ മഴക്ക് ഗൈസ് എന്നാണ് പറയുക. അപ്പോൾ വയുനസ്സിലുൽ ഗൈസ്, ആ അനുഗ്രഹത്തിൻ്റെ മഴ എപ്പോഴാണ് എന്ന് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ. വയഅലമു മാ ഫിൽ അർഹാം, അതുപോലെ തന്നെ ഗർഭപാത്രങ്ങളിലുള്ളതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, ഓരോ നഫ്സും നാളെ എന്ത് സമ്പാദിക്കുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ, ഒരു നഫ്സിനും അറിയൂല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, നീ എവിടെ വെച്ച് മരണപ്പെടുമെന്ന് നിനക്കറിയൂല, ഒരാൾക്കും അറിയില്ല. ഒരു നഫ്സ് എപ്പോഴാ, ഈ നഫ്സുകളൊക്കെ ഓരോ മനുഷ്യനും മരണപ്പെടുക എന്ന് ആർക്കും അറിയില്ല. പിന്നെ ആർക്കേ അറിയുള്ളൂ? അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു അങ്ങേയറ്റത്തെ സസൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്, സമ്പൂർണമായിട്ട് അറിയുന്നവനാണ്. അള്ളാഹുവിന് അറിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇത് സൂറത്തുൽ ലുഖ്മാനിൽ പറയാം. പ്രിയമുള്ളവരെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു മരണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ഖബർ, ഈ ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴാണ് ആരംഭിക്കുക?
മനുഷ്യൻ്റെ ആത്മാവ് റൂഹ് അത് മനുഷ്യനെ മരിപ്പിക്കുന്ന മലക്ക് എടുക്കും. അങ്ങനെ എടുത്താലാണ് എന്ത് സംഭവിക്കുക? മരണം സംഭവിക്കുക. അതെടുത്തിട്ട് ആകാശത്തേക്ക് പോകും. അത് മുതലാണ് അവൻ്റെ ബർസഹിയായ ആ കാലഘട്ടം തുടങ്ങുന്നത്. അതിൽ പലതരം അവസ്ഥകളുണ്ടാകാം. ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം, അനുഗ്രഹവും സന്തോഷവും ഉണ്ടാകാം, ചോദ്യങ്ങളുണ്ടാകും. മലക്കുകൾ വരും, ചോദ്യം ചെയ്യും. ഏതായിരുന്നാലും പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഖബറുകൾ വിശാലമാക്കപ്പെടും. എന്നാൽ ഒരു പാപിയുടെ, ഒരു സത്യനിഷേധിയുടെ, അള്ളാഹുവിന് ധിക്കാരം കാണിച്ച് ജീവിച്ച ഒരാളുടെ അവസ്ഥയോ, അവന് ഖബർ ഇടുക്കുകയാ ചെയ്യുക. ലയ്യക്കുന്ന എന്ന് പറഞ്ഞാൽ ഇടുക്കപ്പെടുമെന്നാണ്, അങ്ങേയറ്റത്തെ പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം സംഗതികളൊക്കെ ഈ ഖബർ ഇടുക്കുന്നതും ഖബറിൽ ശിക്ഷിക്കുന്നതും ഖബറിൽ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ഖബർ വിശാലമാക്കുന്നതും നരകവും സ്വർഗവും കാണിക്കപ്പെടുന്നതും ഇതൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖറജ്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാർ. ഒരു സ്വഹാബി പറയാ, പ്രമുഖനായ സ്വഹാബിയ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? ഖറജ്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂടെ പുറപ്പെട്ടു. ഫീ ജനാസത്തിൻ, ഒരു മയ്യത്ത് സംസ്കരണ കാര്യത്തിലാണ്, അതിനുവേണ്ടി ഞങ്ങൾ പുറപ്പെട്ടത്. എന്നിട്ടോ റജുലു മിനൽ അൻസാർ, അൻസ്വാരികളിൽപ്പെട്ട ആളായിരുന്നു. അപ്പം ഈ അൻസാരികൾ ആരെയും മുഹാജിറുകൾ ആരെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അൻസാരികൾ എന്ന് പറഞ്ഞാൽ നബിയും സ്വഹാബത്തൊക്കെ മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ മദീനയിൽ വെച്ച് അവർ സഹായിച്ചല്ലോ. ആരെ? ഈ ഹിജ്റ വന്ന ആളുകളെ സഹായിച്ച ആളുകൾക്കാണ് അൻസാർ എന്ന് പറയുക, സഹായികൾ എന്നതിൻ്റെ അർത്ഥം. ശരി. ഫൻതഹൈന ഇലൽ ഖബരി വലമ്മാ യുൽഹദ്, അങ്ങനെ ഈ ജനാസയായിട്ട് ഖബറിൻ്റെ അടുത്ത് പോയി ഖബറിലേക്ക് ഈ മയ്യത്തൊക്കെ ഇറക്കി വെച്ചു. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗലഹു, അങ്ങനെ ഖബറൊക്കെ ഇങ്ങനെ മൂടി ആ സമയത്ത് നബി അവിടെ ഇരുന്നു. സാധാരണ അങ്ങനെ ഇരിക്കാറില്ല, പക്ഷേ ആ നബി ഇരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നു. വകഅന്ന അലാ റൂസിന തയ്ർ, ഞങ്ങളുടെ തലയിൽ പക്ഷി വന്ന് ഇരിക്കുന്ന അത്രമാത്രം ശാന്തമായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരനക്കം പോലുമില്ല, ഒരു ചലനം പോലുമില്ല, അങ്ങേയറ്റത്തെ നിശബ്ദത, അങ്ങനെയുള്ളൊരു സമയം. വഫീ യദിഹി ഊദുൻ യൻകുതു ഫിൽ അർള്, നബിയുടെ കയ്യിലാകട്ടെ ഒരു ചുള്ളിക്കഷ്ണം ഉണ്ടായിരുന്നു, മരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം. അതുകൊണ്ട് നബി ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഫറഫഅ റഅസഹു, പെട്ടെന്ന് നബി തല ഉയർത്തി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അള്ളാഹുവിനോട് ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷ തേടുവിൻ. നബി പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, 2-3 തവണ അത് ആവർത്തിച്ചു. എന്താ ആവർത്തിച്ചത്? ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ അദാബിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടുവിൻ, ഖബറിൻ്റെ അദാബിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടുവിൻ. സുമ്മഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ. നബി പിന്നെ പറയാണ്, ഒരു അടിമയായ വിശ്വാസിയായ അടിമ, അവന് ഈ ദുനിയാവെന്നുള്ള അവൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞാൽ, അവൻ്റെ അന്ത്യസമയം എത്തിക്കഴിഞ്ഞാൽ, ആഖിറത്തിലേക്ക് പോകാനായി കഴിഞ്ഞാൽ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്തു നിന്ന് മലക്കുകൾ വരും. ബീലുൽ വുജൂഹ്, വെളുത്ത മുഖങ്ങളുള്ള മലക്കുകൾ. കഅന്ന വുജൂഹഹും ശംസ്, അവരുടെ മുഖങ്ങൾ ഏതുപോലെയായിരിക്കും? സൂര്യനെ പോലെ പ്രഭയുള്ളതായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, ആ മലക്കുകളുടെ കയ്യിൽ എന്തുണ്ടാവും എന്നറിയങ്ങൾ? അവരുടെ കൂടെ എന്തുണ്ടായിരിക്കും? സ്വർഗത്തിലെ കഫൻ പുടവകൾ ഉണ്ടായിരിക്കും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാകും. ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ,
അവരിങ്ങനെ നോക്കിയാൽ ദൂരമെത്തുന്ന അത്ര വരെ അടിച്ചു വീശുന്ന അങ്ങനെയുള്ള സുഗന്ധം. സുമ്മ യജിയു മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, പിന്നെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരും. ഹത്താ യജ്ലിസ ഇൻദ റഅ്സിഹി, മലക്കുൽ മൗത്ത് വന്നാൽ എവിടെ ഇരിക്കുക? ഈ മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ തലയുടെ ഭാഗത്തായിരിക്കുക. ഫയഖൂൽ, എന്നിട്ട് പറയും, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, ഹേ ശാന്തമടഞ്ഞ സമാധാനമടഞ്ഞ നല്ല ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നീ വരിക. വരിദ്വാൻ, അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക് നീ വരിക. ഇതാരോടാ പറയണത്? നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ, ഈമാനുള്ള ആളാണ് എങ്കിൽ, മുഅ്മിനാണ് എങ്കിൽ, അള്ളാഹിനെ ഭയപ്പെട്ട് നിസ്കാരവും നോമ്പും അള്ളാഹിനോട് ദുആ ചെയ്യുകയും അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ നല്ല അച്ചടക്കമുള്ള ഒരാളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖാല ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മൻ ഫിസ്സിഖാ ഫയഖുദുഹാ. അപ്പോൾ ഈ മലക്കുൽ മൗത്ത് ഇങ്ങനെ പറയും, നീ ഇങ്ങോട്ട് വാ, അള്ളാഹിൻ്റെ പാപമോചനത്തിലേക്ക് അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക് വാന്ന് പറയുമ്പോൾ ഈ പിന്നെ ഇങ്ങനെ കൂജയൊക്കെ കണ്ടില്ല നിങ്ങൾ? വെള്ളം അതിങ്ങനെ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ഇങ്ങനെ വരുന്നത് പോലെ ഒരു പ്രയാസമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവൻ്റെ ആത്മാവ് ഇങ്ങോട്ട് കടന്നു വരും എന്നാണ്. എന്നിട്ട് പറയാണ്, ഫഇദാ അഖദഹാ ലം യദഊഹാ ഫീ യദിഹി തർഫത ഐനിൻ ഹത്താ യഖുദുഹാ ഫയജ്അലുഹാ ഫീ ദാലികൽ കഫൻ വഫീ ദാലികൽ ഹനൂത്ത്. കണ്ണ് ഇമവെട്ടുന്ന അത്ര സമയം പോലും വേണ്ട. അതിനിടയ്ക്ക് എന്ത് ചെയ്യും? ഈ ആത്മാവിനെ അവരെന്ത് ചെയ്യും? ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കൊണ്ടുവന്നത്? കഫൻ പുടവകളും സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളും അതിലാക്കി ആത്മാവിന് ആക്കും. എന്നിട്ട് അവർ വയഖ്റുജു മിൻഹാ കഅതിയബിന ഫാത്തിം മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർള്, ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും സുഗന്ധമേറിയിട്ടുള്ള കസ്തൂരിയുടെ സുഗന്ധവുമായി കൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു സുഗന്ധം അതിൽ നിന്ന് പുറപ്പെടുന്ന. വയഖ്റുജു മിൻഹാ, ഇതിന്ന് പുറപ്പെടുന്നതാണ്. ഫയസ്അദൂന ബിഹാ, അങ്ങനെ എന്ത് ചെയ്യും? അവർ ആകാശത്തേക്ക് പോകും. ആരാ പോവുക? മലായിക്കത്തുകൾ. എന്തുകൊണ്ടാ പോവുക? ഈ വിശ്വാസിയുടെ ആത്മാവ് കൊണ്ടാ പോവുക. മനസ്സിലായല്ലോ? അപ്പോൾ ആ മലക്ക് റൂഹിനോട് വരാൻ വേണ്ടി പറഞ്ഞല്ലോ, പുറത്തു വരാൻ വേണ്ടി പറഞ്ഞല്ലോ. ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മ വേണം. അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് വരൂ എന്നാ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ ചോദിക്കും, മാ ഹാദർ റൂഹു ത്വയ്യിബ്, ഏതാണ് ഈ വിശിഷ്ടമായ ആത്മാവ്, നല്ല ആത്മാവ് ഏതാണ് എന്ന് ചോദിക്കും. ഫയഖൂലൂൻ ഫുലാൻ ഇബ്നു ഫുലാൻ ബിഅഹ്സനി അസ്മാഇഹി, ഏറ്റവും നല്ല പേര് കൊണ്ട് ഇന്ന ആളുടെ മകനാണ് എന്ന് മലക്കുകൾ പരിചയപ്പെടുത്തുന്ന. ദുനിയാവിലൊന്നും അത്ര നല്ല പേര് വിളിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നല്ല പേര് വിളിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ദുനിയാവിൽ വിളിച്ചിട്ടുള്ള ഏറ്റവും നല്ല പേര്, അങ്ങനെ നല്ല പേര് വിളിച്ചിട്ട് ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഹത്താ യൻതഹു ബിഹാ ഇലസ്സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് കടന്നു പോകും. ഫയസ്തഫ്തിഹൂന, അങ്ങനെ എന്ത് ചെയ്യും? ആ ഒന്നാം ആകാശമൊക്കെ തുറക്കും. എന്നിട്ടോ മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇലസ്സമാ അല്ലതി തലിഹാ ഹത്താ യുൻതഹാ ബിഹി ഇലസ്സമാ അസ്സാബിഅ, 7 ആകാശം വഴികളും 7 ആകാശത്തിൻ്റെ കവാടങ്ങളും തുറക്കപ്പെട്ട് ഈ ആത്മാവുമായി കടന്നു പോകുന്ന ഫയഖൂലുല്ലാഹു അസ്സ വജൽ, 7ാം ആകാശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചു നമ്മുടെ ഭാവനയിൽ ആത്മാവുമായിട്ട് മലായിക്കത്തുകൾ പോവുക. 7 ആകാശവും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പറയാണ്, ആരാ പറയുന്നത്? ജലാലായിട്ടുള്ള പടച്ച റബ്ബ് പറയാ, ഉക്തുബു കിതാബ അബ്ദി ഫി അല്ലിയീൻ, നിങ്ങൾ ഈ അടിമയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലിയീൻ എന്നുള്ള രേഖയിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. വഅഈദൂഹു ഇലൽ അർള്, എന്നിട്ട് ഭൂമിയിലേക്ക് മടക്കുക. 7ാം ആകാശത്തേക്ക് പോയി ഭൂമിയിലേക്ക് മടക്കുക. ഫഇന്നീ മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ
എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് മടക്കാൻ വേണ്ടി പറയുന്നത്? ഞാൻ അതിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത്, അതിലേക്കാണ് അവരെ മടക്കുക, അതിൽ നിന്ന് ഇനിയും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതെപ്പോഴാ? ഖിയാമത്ത് നാളിൽ. അങ്ങനെ എന്ത് ചെയ്യും? ഈ ആത്മാവൊക്കെ മടക്കി അവൻ്റെ ശരീരത്തിലേക്ക് മടക്കും. ഖബറിൽ വെച്ചിട്ടേ, ഖബറിലാണല്ലോ അപ്പോൾ അവൻ്റെ ശരീരം. ഫയഅ്തീഹി മലകാൻ ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു. അവൻ്റെ അടുത്ത് മലക്കുകൾ വരും, എന്നിട്ട് പറയും, അവനെ ഇരുത്തുന്ന പറയുന്നത്. ഖബറിൽ അപ്പോൾ ഇരിക്കാൻ സ്ഥലമുണ്ടോ, അവിടെ കസേരയുണ്ടോ എന്നുള്ള ചോദ്യത്തിലൊന്നും അർത്ഥമല്ല. പ്രിയമുള്ളവരെ, അവിടെ എന്ത് ചെയ്യും? ഇരുത്തും. എന്നിട്ടോ മൻ റബ്ബുക, ആ രണ്ട് മലക്കുകളും ചോദിക്കും, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂലു, അപ്പോൾ ആ നല്ല മനുഷ്യൻ പറയും, റബ്ബി അല്ലാഹ്, അള്ളാഹുവാണ് എൻ്റെ നാഥൻ, അള്ളാഹുവാണ് എൻ്റെ സംരക്ഷകൻ, എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയും. റബ്ബി അല്ലാഹ്. അങ്ങനെ പറയാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഫയഖൂലാനി ലഹു മാ ദീനുക, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കും. ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീന് മത ഇസ്ലാമാകുന്നു എന്ന് പറയും. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, ഈ മനുഷ്യൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവനാ, ഇതാരാണെന്ന് പറയാമോ? ഫയഖൂൽ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫയഖൂലാനി ലഹു വമാ ഇൽമുക്, ഫയഖൂൽ ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, എന്താണ് നിന്റെ അറിവ് എന്ന് ചോദിക്കുന്ന. അപ്പം പറയും, ഞാൻ അള്ളാഹിൻ്റെ കിതാബ് ഓതിയിട്ടുണ്ട്, ആ കിതാബ് ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, അത് ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫയുനാദി മുനാദി മിനസ്സമാ, ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, അൻ സ്വദ്ദക അബ്ദി ഫഅഫ്രിഷൂഹു മിനൽ ജന്ന, ഇതാ ഇയാൾ സത്യം പറഞ്ഞിരിക്കുന്നു, സത്യമാണ് പറഞ്ഞിരിക്കുന്നു എന്ന് ആകാശത്തുനിന്ന് വിളിച്ചു പറയുന്ന. ഫഅഫ്രിഷൂഹു മിനൽ ജന്ന, അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, ഇതൊക്കെ ഖബറിലാണ്, പക്ഷെ സ്വർഗത്തിലെ വിരിപ്പുണ്ടാവുന്ന. എന്നിട്ടോ വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ പുടവ, സ്വർഗത്തിലെ ഡ്രസ്സ് അതവന് നൽകപ്പെടുന്ന. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, ആ ഖബറിന്ന് സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറക്കപ്പെടുമെന്ന. ഖാല ഫയഅ്തീഹി മിൻ റൗഹിഹാ വതീബിഹാ വയുഫ്സഹു ലഹു ഫീ ഖബരി മദ്ദ ബസ്വരി, അദ്ദേഹത്തിന് സ്വർഗത്തിൻ്റെ സുഗന്ധം, സ്വർഗത്തിൻ്റെ പരിമളമുണ്ടാകും. വയുഫ്സഹു ലഹു ഫീ ഖബരി, ഖബർ വിശാലമാക്കപ്പെടും. ഏതുവരെ? മദ്ദ ബസ്വരിഹി എന്ന, നോക്കെത്താ ദൂരം, അത്രയും വിശാലാക്കുന്ന ഖബറേ. ആർക്കാണ്? ഒരു സത്യവിശ്വാസിക്ക. ഖാല വയഅ്തീഹി റജുലുൻ ഹസനുൽ വജ്ഹ്, നല്ല മുകളിൽ ഒരാൾ വരും, നല്ല ഡ്രസ്സ് ഇട്ടുണ്ട്, അയാൾ നല്ല വാസനയുണ്ട്. ഫയഖൂൽ അബ്ശിർ ബില്ലദീ യസുറുക്, സന്തോഷിച്ചോ സന്തോഷിച്ചോ എന്ന് പറയുന്ന ഈ കടന്നു വരുന്ന ആള്, ഹാദാ യൗമുക്കല്ലദീ കുൻത തുഅദ്, ഇതാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. ഫയഖൂൽ ലഹു മൻ അൻത, നീ ആരാണെന്ന് ചോദിക്കും. ഈ ഖബറിൽ കിടക്കുന്ന സത്യവിശ്വാസിയായ ആള് ആഗതനോട്, വന്ന ആളോട് ചോദിക്കും, നീ ആരാണ്? അപ്പൊ പറയും, എന്താ പറയുക? ഫയഖൂൽ അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്. അതൊരാളല്ല, അതേ ആളുടെ രൂപത്തിൽ വന്നതാ. എന്താണ് പറയുക? ഞാൻ നിന്റെ അമലു സ്വാലിഹാത്തുകളാണ്, ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഖബറിൽ ഇങ്ങനെ നല്ല മുഖമായി നല്ല ഡ്രസ്സ് ധരിച്ച് സുഗന്ധമേറിയ വസ്തുക്കൾ പുരട്ടി വന്നിട്ടുള്ളത്. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? അന അമലുക സ്വാലിഹ്, നിന്റെ സൽക്കർമ്മങ്ങളാകുന്നു ഞാൻ എന്ന് പറയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് പറയാണ് ഫയഖൂലു റബ്ബി അഖിമിസ്സാ, അപ്പോൾ ഈ മരണപ്പെട്ട് കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്ന, എൻ്റെ റബ്ബേ ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കൂ, ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, ഞാൻ എൻ്റെ ആ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കുമൊക്കെ മടങ്ങുന്നതിന് വേണ്ടി എന്ന് പറയുന്ന. ഇത് ഒരു സത്യവിശ്വാസിയുടെ അവസ്ഥ. ഇനി ഒരു സത്യനിഷേധിയുടെ അവസ്ഥ, ഒരു പാപിയായി മരിക്കുന്ന ആളുടെ അവസ്ഥ പറയുന്നുണ്ട്. അതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ്റെ അന്ത്യസമയം എത്തിക്കഴിഞ്ഞാൽ പരുഷ സ്വഭാവികളായിട്ടുള്ള കറുത്ത മുഖങ്ങളുള്ള
മലായികത്തുൻ സൂദുൽ വുജൂഹ്. അസ്വദ് കാരണം എന്താർത്ഥം? കറുപ്പ്. സൂദ് എന്നാണ്. സൂദുൽ വുജൂഹ് എന്ന് പറഞ്ഞാൽ കറുകറുപ്പുള്ള മുഖങ്ങളുള്ള ഒരുതരം ഭീകര രൂപികളായിട്ടുള്ള മലക്കുകൾ വരുന്ന. മാഹുമുൽ മുസൂഹ് ഫയജ്ലിസൂന മിൻഹും അദ്ദൽ ബസർ. ഇവരിങ്ങനെ ഈ മനുഷ്യന് കണ്ണെത്തുന്ന ദൂരത്ത് അത്രയൊക്കെ മലക്കുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്ത് എന്ത് ചെയ്യും? ഇയാളുടെ തലഭാഗത്തിരിക്കും. ഫയഖൂൽ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, മ്ലേച്ഛമായ വൃത്തികെട്ട പാപിയായ ആത്മാവേ നീ ഇറങ്ങി വരൂ എന്ന് പറയുന്ന. എങ്ങോട്ടാ ഇറങ്ങി വരുന്നത്? ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാഹിന്റെ ശാപത്തിലേക്കും അള്ളാഹിന്റെ കോപത്തിലേക്കും വരൂ എന്ന് പറയും. ഖാൽ അപ്പോ ഫതുഫറഖു ഫീ ജസദിഹി ഫയൻതസിഉഹാ കമാ യുൻതസഉ സുഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ. ഈ നനഞ്ഞ പഞ്ഞി ഒരു മുള്ളിൻ്റെ കൂട്ടത്തിൽ പെട്ടാൽ അത് വലിച്ചാൽ കിട്ടൂല എന്നതുപോലെ ഈ ആത്മാവി മനുഷ്യൻ്റെ കാഫിറിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസിയുടെ ആത്മാവ് പെട്ടെന്ന് വന്നു. എന്നാൽ ഇതങ്ങനെ വരൂല എന്നാ പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് അത് എടുക്കുകയാണ്. അതങ്ങനെ എടുക്കുമ്പോൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ഏറ്റവും വൃത്തികെട്ട കഫൻ പുടവയിൽ അത് പൊതിയും. ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും അത്. എന്നിട്ടോ ആകാശലോകത്തേക്ക് പോകുമ്പോൾ ചോദിക്കും, മാ ഹാദർ റൂഹുൽ ഖബീസ്, ഏതാണ് ഈ വൃത്തികെട്ടവൻ? ആരാണ് ഈ വൃത്തികെട്ട ആത്മാവ്? ഫയഖൂലൂന ഫുലാൻ ഇബ്നു ഫുലാൻ ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ് ദുനിയ. ദുനിയാവിൽ വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും മോശമായ പേര് കൊണ്ട് വിളിക്കപ്പെടുന്ന ഹത്താ യുൻതഹാ ബിഹി ഇല സമാഇ ദുനിയ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ആകാശ ലോകത്തേക്ക് പോകും. പക്ഷേ എന്നിട്ടോ ഫലാ യുഫ്തഹു ലഹു, ആകാശലോകം അവന് തുറക്കപ്പെടുകയില്ല. സുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവന് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. അതായത് ഒട്ടകം സൂചിയുടെ കുഴയിലൂടെ ചാടിപ്പോകുന്നത് വരെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാ. ഒട്ടകത്തിന് സൂചിയുടെ കുഴയിലൂടെ പോകാൻ കഴിയോ? ഇല്ലല്ലോ. എന്നാൽ ഇവനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല. അങ്ങനെ അവൻ്റെ അവസ്ഥ പ്രിയമുള്ളവരെ എന്ത് ചെയ്യാണ്? ആകാശലോകത്ത് നിന്ന് അവന് സിജ്ജീനിൽ രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടി പറയാ. അങ്ങനെ ദുനിയാവിലേക്ക് മടക്കുന്നു. അങ്ങനെ അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കുന്നു. എന്നിട്ട് മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ പരുഷ സ്വഭാവികളായിരിക്കും. അവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക, നിന്റെ റബ്ബാരാൻ? ഫയഖൂലു ഹാ ഹാ, അവന് വേദന കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പേടിച്ച് വരച്ചുകൊണ്ട് ആ എന്നിങ്ങനെ വിളിച്ചു പറയാൻ. സഹോദരങ്ങളെ, അവസാനം ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് കൊണ്ടുവന്നു. നരകത്തിലേക്ക് ഒരു കവാടം അവന് തുറക്കപ്പെടുകയാണ്. നരകത്തിൻ്റെ ചൂടും പുകയും ഖബറിൻ്റെ കുടുസതയും അവൻ അനുഭവപ്പെടുകയാണ്. ഇതൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അവസാനം വൃത്തികെട്ട ഒരാൾ വരികയാണ്. വളരെ വൃത്തികെട്ട ഒരാൾ, ചീത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട്. എന്നിട്ട് പറയാ, സന്തോഷിച്ചോ എന്നാ പറയുന്നത്, അബിഷീർ എന്നാ പറയുന്നത്. പക്ഷേ എന്താണ്, വിപരീതാർത്ഥത്തിലാണ്. അപ്പോൾ ഏതാണ്, നീ ആരാണ് എന്നുള്ള ഒരു ശാപ മുഖത്തോടു കൂടെയുള്ള ചോദ്യം. അപ്പോൾ പറയാണ്, അന അമലുക്കൽ ഖബീസ്, ഞാൻ നിന്റെ ദുഷിച്ച പ്രവർത്തനങ്ങളാകുന്നു. നീ ചെയ്ത തെറ്റായ കാര്യങ്ങളാണ്, ഹറാമുകളാണ്, പാപങ്ങളാണ് ഞാൻ. അന അമലുൽ ഖബീസ് എന്ന് പറയാണ്. അപ്പം അദ്ദേഹം പറയാണ്, റബ്ബിലാ തുഖിമിസ്സാ, റബ്ബേ ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കല്ലേ. ഖിയാമത്ത് നാൾ സംഭവിച്ചാലോ നരകമായിരിക്കും, കൂടുതൽ ശിക്ഷയായിരിക്കും. അപ്പം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ ആളുകളുടെയും അവസ്ഥ പറയുന്നുണ്ട്. മുനാഫിക്കിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. അവരെന്താണ്, ഈ രാവിലെയും വൈകുന്നേരമൊക്കെ എന്ത് ചെയ്യും? അവർ നരകത്തിൽ ആ സ്ഥാനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു തആല, ഇതാണ് ബർസഖിയായ കാലഘട്ടത്തിലൊരവസ്ഥ. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ബർസഖിലും ആഖിറത്തിലും
വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനായി നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.